നമുക്കിനി കൊല്ലത്തേക്ക് പോകണം. അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിൽ പരിഭവമില്ല എന്ന് പറയുകയാണ് മുകേഷ് MLA. വീണ്ടും മത്സരിക്കണമെന്ന ആഗ്രഹം എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല. എസ് ജയമോഹൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നുമാണ് മുകേഷ് പറയുന്നത്. ഒരിക്കലും ഒരാഗ്രഹവും പ്രകടിപ്പിച്ചില്ല. ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിവെച്ചേര്. ഞാൻ എന്താ പറഞ്ഞത്, പാർട്ടി എന്താ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നടക്കും. അതാണ് നമ്മളുടെ ഒരു രീതി. ഞാൻ സിനിമയിൽ ഒരു ചാൻസ് ഞാൻ ചോദിച്ചിട്ടില്ല, രാഷ്ട്രീയത്തിലൊരു ചാൻസേ ചോദിച്ചിട്ടില്ല. എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞാണ്. ജയമോഹൻ സഖാവിനെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ പൂർണ്ണമായി അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. തീർച്ചയായിട്ടും ജയിക്കുകയും ചെയ്യും. AB ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, മുകേഷിന്റെ സീറ്റിൽ നിന്ന് ഉറപ്പായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. ഒപ്പം ജയമോഹൻ അവിടെ മത്സരരംഗത്തിറങ്ങുമെന്ന് ഉറപ്പിക്കുകയാണോ? മറ്റാർക്കൊക്കെ സാധ്യതയുണ്ട്? മുകേഷിന്റെ പ്രതികരണം പരിഭവമില്ല എന്നതാണ്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള തീരുമാനം? അതായത് വിനീത, കഴിഞ്ഞ ദിവസമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. 3 സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്ന കാര്യത്തിൽ തത്വത്തിൽ ധാരണയാവുകയും മറ്റ് മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് മുകേഷ് MLA-ക്ക് സീറ്റില്ലെന്ന കാര്യം അത് ഉറപ്പായത്. ആ ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ മുകേഷ് MLA മാധ്യമങ്ങളോട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. തനിക്ക് പരിഗണിക്കാത്തതിൽ പരിഭവമില്ല, മത്സരിക്കണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് മുകേഷ് MLA ഒറ്റ വാക്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ മുകേഷുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ലൈംഗികാരോപണ കേസ്, ഒപ്പം തന്നെ മറ്റു തരത്തിൽ മണ്ഡലത്തിൽ അദ്ദേഹം സജീവമല്ല ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ടി സ്ഥാനാർത്ഥി വേണം, പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ നിൽക്കട്ടെ. അങ്ങനെയാണ് ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹന്റെ പേര് അവിടെ ഉയർന്നു വന്നത്. ആ പേരിന് ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ എന്തായാലും മുകേഷ് പ്രതികരിക്കുന്നത്. ഒരു പരിഭവമില്ല, പൂർണ്ണമായും ഈ എസ് ജയമോഹൻ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും 10,000-ലധികം ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും താൻ ചെയ്ത വികസന പദ്ധതികളായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക, തന്റെ വികസനത്തിന് ജനങ്ങൾ ഇത്തവണയും വോട്ട് ചെയ്യുമെന്നും മുകേഷ് ഉറപ്പിച്ച് പറയുന്നു. പരിഭവമില്ല എന്ന് പറയുകയാണ് മുകേഷ്. പാർട്ടിക്ക് വേണ്ടി മത്സരരംഗത്തില്ലെങ്കിൽ പോലും പ്രചാരണത്തിൽ സജീവമാകുമെന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. AB ജയശങ്കറാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.